സംസ്ഥാനത്തിന്റെ പലയിടത്തും ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. കോട്ടയം ഓണം തുരുത്തിൽ മീൻ പിടിക്കാൻ പോയി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തുവരുന്നു. മാങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് വിമോദിനെ കാണാതായത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ കോട്ടയം ജില്ലയുടെ മഴയുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ സാഹചര്യം എങ്ങനെയാണ്? കുട്ടിക്കൽ മേഖലയിലൊക്കെ രാവിലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് ടോബി? ഇന്നലെയാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തി. അങ്ങനെയാണ് സമീപത്തുള്ള ഒരു പാടത്ത് നിന്ന് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്, മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം ഉടൻ തന്നെ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോട്ടയം ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്, അത് ഇപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് മലയോര മേഖലയിൽ മാത്രമായിരുന്നു മഴ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പടിഞ്ഞാറൻ മേഖലയിലും കുമരകമടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ, കോട്ടയം നഗരത്തിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയോര മേഖലയിലാണ്, പാലായ്ക്ക് മുകളിലായിട്ടുള്ള ഒരു പ്രദേശത്താണ്. അവിടെ നമുക്ക് കാണാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശക്തമായിട്ട് ഉള്ള മഴ, അതുപോലെ തന്നെ അന്തരീക്ഷം മേഘാവൃതമായിട്ട് ഇരിക്കുന്നു. ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായിട്ട് പെയ്തിരുന്നു. മഴ സ്ഥിരമായി പെയ്യുന്നത് മണ്ണൊലിച്ചിലിന് അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവർ, മലയോര മേഖലകളിലുള്ളവർ സുരക്ഷിതരായിട്ടിരിക്കണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തുകളും മറ്റും നൽകുന്നുണ്ട്. താലൂക്കുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തുറന്നിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴ മലയോര മേഖലകളിൽ പെയ്യുന്നതായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലർട്ടിലേക്ക് ജില്ല പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും കൈമാറിയിട്ടുണ്ടായിരുന്നു. ഖനനങ്ങൾ ഈ മേഖലകളിലെല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആ ഖനന പ്രക്രിയയിലേക്ക് കടക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ശക്തമായി പെയ്യുന്നത് കൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്, വഴികളിലും മറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാവുന്നതുപോലെ കൂട്ടിക്കലിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരം നമുക്കറിയാവുന്ന. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ്. അവിടെ ശക്തമായിട്ടുള്ള മഴ ഇന്ന് രാവിലെ മുതൽ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതും അല്പം ആശങ്കയുണ്ടാക്കും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്തെ മലയോര മേഖലയിലടക്കം ജാഗ്രത തുടരുകയാണ്. അവിടെ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ, മുൻകരുതലൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്.